ഹായ് ഗൈസ്. അങ്ങനെ 2 വർഷമാകാറായി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട്. പക്ഷേ ഇതുവരെ ബാംഗ്ലൂരിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സ്പോട്ടായ നന്ദി ഹിൽസ് പോയിട്ടില്ല. ഞാൻ ആ ആഗ്രഹം പറഞ്ഞപ്പം ഇവർ 3 പേരും എൻ്റെ കൂടെ എന്നാ നന്ദി ഹിൽസ് വെച്ച് പിടിച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ കൂടുതലൊരു ജോലിക്കാരനുണ്ടായിരുന്നു. അവന് ഷിഫ്റ്റ് നേരം എടുക്കുമ്പോഴാണ് അവൻ്റെ ലാപ്പിന് ചാർജ് ഇല്ല എന്നും പറഞ്ഞ് നമ്മളടുത്തുള്ള CCD കയറി 2 മണിക്കൂർ അവൻ്റെ ലാപ്പ് ചാർജ് ചെയ്യായിരുന്നു പരിപാടി. അവിടെ കുറേ നേരം തിരിഞ്ഞ് നടന്ന് ലാപ്പൊക്കെ ചാർജ് നമ്മളിറങ്ങി നൈറ്റ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുക. വിധാൻ സൗദർ അതുവഴിയൊക്കെയാണ് നമ്മൾ കുറേ നേരം പോയത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എയർപോർട്ടിൽ പോയി ഒരു ചായ കുടിക്കാനുള്ള പ്ലാനാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളതുവഴി നടക്കാൻ തുടങ്ങി. എല്ലാവരും പകുതി ഉറക്കത്തിൽ പകുതി കിളിയായിട്ടായിരിക്കുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് ഓരോരോ കോപ്പറയും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ഇരിക്കുന്നു അടുത്ത ആൾ. ഇതെന്നെ പണി, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. ആ കിട്ടുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുകയായിരുന്നു അന്നത്തെ മെയിൻ ഗോൾ. പിന്നെ എന്തിനും ഭ്രാന്ത് കാണിക്കാൻ തുടങ്ങിയ ഒരാളും ഞങ്ങൾ 2 പേരിലാരും അതിന് മോശം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനൽ വരെ നമുക്ക് ബസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ബസ്സിൽ കയറി നമുക്ക് മറ്റേ ഇൻ്റർനാഷണൽ ടെർമിനൽ വരെ പോകുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ബസ് കയറി ഇപ്പുറത്തെ ടെർമിനലിൽ വന്ന് അതുവഴി 2 റൗണ്ട് ചുറ്റി കറങ്ങി നടന്നു. പിന്നെ ഇവനെ വഴക്കുണ്ടാക്കലായിരുന്നു എൻ്റെ അന്നത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. ഹെയർകൊണ്ട് പരിപാടി കഴിഞ്ഞ് നേരം വെളുത്തപ്പം നമ്മളെന്നാൽ പിന്നെ നന്ദിക്ക് വിടാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടം. അതുകൊണ്ട് കുറച്ചേരം നിന്നിട്ട് മുന്തിരിയൊക്കെ പഠിച്ച് എന്തായാലും ആരും ഓടിച്ചില്ല. നമ്മൾ അവിടുന്ന് വണ്ടി വിട്ടു. അങ്ങനെ ഫൈനലി നമ്മൾ നന്ദി ഹിൽസ് എത്തി ഗൈസ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പറയത്തൊക്കെ റഷൊന്നും അവിടെ ഇല്ലായിരുന്നു. നമ്മളെത്തിയപ്പോഴത്തേന് തന്നെ ഒരു 8 മണിയൊക്കെ ആയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല തണുപ്പായിരുന്നു. ലൈക്ക് അതിന് മാത്രം ഒരു കുറവുണ്ടായില്ല. But as a person visiting Nandi for the first time, it was a beautiful experience, to be honest. പിന്നെ കോടെന്ന് പറഞ്ഞ് ലൈക്ക് ഫോഗി അതൊന്നും കാണാൻ പറ്റിയില്ല. ബട്ട് നന്ദി ഹാഡ് ഇറ്റ്സ് ബ്യൂട്ടി. അവിടെ 2 ട്രിപ്പ് നടന്നു കഴിഞ്ഞ് നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങി നടന്ന് താഴെ എത്തിയപ്പം ടിപ്പു സുൽത്താൻ്റെ എന്തൊക്കെയോ കൊട്ടാരവും വിന്റർ പാലസോ സമ്മർ പാലസോ എന്തോ പാലസ് കഴിഞ്ഞ് അങ്ങനെ ഈ വ്ളോഗ് നമ്മൾ അങ്ങനെ അവസാനിക്കുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ അൻറ്റിൽ നെക്സ്റ്റ് ടൈം.